ഹലോ ഹായ് ഫ്രണ്ട്സ്. ഞാനും ആരണും ഒന്ന് പുറത്തോട്ട് പോവാണ്. മാസത്തിലൊന്ന് പുള്ളിയെ ഒന്ന് പുറത്തോട്ട് കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം. അത് നാട്ടിൽ വെച്ചേ ഉള്ള ശീലമാണ്. നാട്ടിൽ വെച്ച് പിന്നെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങി ഒരു കുഞ്ഞ് ചവയ്ക്ക് മുതലില്ലാതെ അകത്ത് കയറത്തില്ല. പക്ഷെ ഇപ്പം പേടിപ്പിച്ച് നിർത്തിയിരിക്കുക. അപ്പം പക്ഷേ മാസത്തിലൊന്ന് പുള്ളി സമ്മതിക്കത്തില്ല. അത് അപ്പനും പറഞ്ഞിട്ടുണ്ട്, മാസത്തിലൊന്ന് കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം. ബർഗറല്ലേ പുള്ളിക്ക് വേണ്ടിയത്, അതങ്ങ് വാങ്ങിച്ചു കൊടുത്തേക്കെന്ന് പറയും. എന്തായാലും ഞങ്ങളിതാ സിറ്റി സെൻറ്റർ എന്നും പറഞ്ഞ് നമ്മൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് പോയ അതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെയാണ് കയറിയത്. ഫ്രണ്ടിൽ വേറെ എൻട്രൻസ് ഉണ്ട്, ഞങ്ങൾ അറിഞ്ഞില്ലെന്ന് പറഞ്ഞില്ല. ഇപ്രാവശ്യം ഈ ഓട്ടോക്കാരൻ ഞങ്ങളെ കറക്റ്റ് കൊണ്ടുപോയി. ഞങ്ങൾ പറഞ്ഞൊന്നുമില്ല, സിറ്റി സെൻറ്റർ എന്ന് പറഞ്ഞപ്പോഴേ പുള്ളി കൊണ്ടുപോയി ഫ്രണ്ടിലാണ് നിർത്തി കേട്ടോ എടുക്കാൻ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഫ്രണ്ടിൽ കൂടെ കയറാൻ പറ്റി, വീഡിയോ എടുക്കാൻ പറ്റി. ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. മറ്റേത് ബാക്ക് സൈഡിൽ കൂടെ പോയത് കാരണം ഞങ്ങൾക്കൊരു ഇതായിരുന്നു, ഇതന്നെ ഇങ്ങനെയാണോ എൻട്രൻസ് ഇങ്ങനെയാണോ ഇരിക്കുന്നതെന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനായിരുന്നു. ഏക്കാലം ഇപ്രാവശ്യം പോയപ്പോൾ അതങ്ങ് തീർന്നു. അപ്പം നമ്മുടെ അവിടുന്ന് ഒരു 2 മിനിറ്റ് അത്രയേ ഉള്ളൂ. 41 രൂപ ഓട്ടോ കൂലി, അത്രയേ ഉള്ളൂ. നമ്മുടെ അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ. വേണേ നടന്നൊക്കെ പോവാം, ആസ്വദിച്ച് നടന്നൊക്കെ പോയി മനുഷ്യന് പാടാം. ഇതാണ് അതിൻ്റെ ഫ്രണ്ടിലത്തെ മെയിൻ എൻട്രൻസ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കയറിയപ്പം ഇതാ ക്രിസ്മസ് ട്രീ ഒക്കെ കണ്ടോ. പിന്നെ ഇത് നല്ല സൂപ്പർ അടിപൊളി പോപ്കോൺ ആയിരുന്നു കേട്ടോ. അത് ഫുള്ള് കഴിച്ച് ഭയങ്കര ടേസ്റ്റാണ്. ആരൻ്റേത് ബട്ടറും എൻ്റേത് ചീസും. അതോ എൻ്റേത് ബട്ടറും ആരൻ്റെ ചീസും ആണോ? അത് കഴിഞ്ഞപ്പം ഇതാണ്ടേ എനിക്ക് വെജിറ്റേറിയൻ ഫുഡാണ് ഇഷ്ടം. നോർത്ത് ഇന്ത്യനും നമ്മുടെ തമിഴ്നാട്ടുകാരുടെയും. എനിക്ക് എന്തായാലും വെജിറ്റേറിയൻ. അവന് ബർഗറും ഫ്രൈസും വേറെ ഏതാണ്ട് കൊക്കക്കോള എല്ലാം കൂടെ കൂടിയ ഒരു കോംബോ ഓഫറായിരുന്നു. 290 രൂപ. ഇതൊരു ഭയങ്കര ഫുഡ് കോർട്ടാണ് നമ്മുടെ സിറ്റി സെൻറ്ററിലുള്ള. ഇന്നാളെ ഞാൻ കാണിച്ചു തന്നില്ല, വലിയ ഓഡിറ്റോറിയം പോലെ അങ്ങൊരു ഒരറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ. എനിക്ക് ചപ്പാത്തി ഞാൻ ഓർഡർ ചെയ്ത്, ചപ്പാത്തിയും ദാൽ കറിയും കേസരി, അത്രയാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് വേറെ ഒന്നും ഇഷ്ടമില്ല. എനിക്ക് ഇവരുടെ നോർത്ത് ഇന്ത്യക്കാരുടെ ഇത് പരിപ്പ് കറി ഭയങ്കര ഇഷ്ടമാണ്, ദാൽ കറി. ഇനിയിപ്പോൾ അവർ പറഞ്ഞു ദാൽ ഫ്രൈ എന്നും പറഞ്ഞൊരു സാധനമുണ്ട്, അത് സൂപ്പറാന്ന് പറഞ്ഞു. ഇനി എപ്പോഴേലും പോകുമ്പം അങ്ങനെ വാങ്ങിക്കണം. അത് ഒന്ന് കഴിച്ച് നോക്കണം. നമ്മൾ ഈ വെജിറ്റേറിയൻ ഫുഡിന് ഒത്തിരി വെറൈറ്റി ഉണ്ട്, നമ്മളതെല്ലാം കഴിച്ച് ശീലിക്കണം. അരണയെ നിർബന്ധിച്ച് കുറച്ച് ദാൽ കറിയും ഒരു ചപ്പാത്തിയും കഴിപ്പിച്ചു, ബർഗറൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം. ഞാനൊന്നും ബർഗറൊന്നും തിരിഞ്ഞു നോക്കത്തില്ല. ബർഗർ, KFC, ബാർബിക്യൂ, പിസ്സ, ഇതൊന്നും എനിക്ക് താല്പര്യമില്ല. എനിക്ക് അങ്ങോട്ട് കഴിക്കുമ്പോൾ ഇങ്ങോട്ട് എടുക്കും. പിന്നെ ഫ്രൈസ് ഒരു കഷ്ണം ആരും തന്നതല്ലേ എന്നോർത്ത് ഞാൻ കഴിച്ചു. അതെനിക്കിഷ്ടമുള്ള കേട്ടോ, നല്ലതാണ്, പൊട്ടറ്റോ അല്ലേ. അങ്ങനെ എന്തായാലും കൊക്കക്കോള ഇങ്ങനെ ചപ്പാത്തിയൊക്കെ കഴിക്കുമ്പോൾ അവരെന്നെ കണ്ടപ്പോൾ ചോദിക്കുവാണേ 2 ചപ്പാത്തി മതിയോ? അത് എൻ്റെ മുന്നോ നോർത്ത് ഇന്ത്യക്കാർ കഴിക്കുന്ന പോലെ അല്ലോ നമ്മൾ കഴിക്കുമോ? ഞാൻ കഴിക്കത്തില്ല. എനിക്ക് ഭയങ്കര കഴിപ്പും അടുപ്പുള്ള ആളാണ്. എന്നെ കണ്ടാൽ തോന്നുന്നു ഞാൻ ഒത്തിരി കഴിക്കുമെന്ന്. ചുമ്മാ ആയിരിക്കും. അവരൊക്കെ കഴിക്കുന്ന രീതി വെച്ച് ആരെന്നാ ചിരിയാണെന്നറിയാം. അവർ കഴിക്കുന്ന രീതി അനുസരിച്ച് ചോദിച്ചായിരിക്കും, ഇത്രയും പ്രായമുള്ള തള്ളയല്ലേ ഇത് മതിയോ എന്നോർത്ത് കാണും. എനിക്ക് 2 ചപ്പാത്തിയാണ് ഞാൻ ഓർഡർ ചെയ്തത്. അവർ പറഞ്ഞു 3 എണ്ണം എടുത്തോന്ന്. ഇത് എൻ്റെ ഹെയർ എല്ലാം പോയായിരുന്നേ. അപ്പം തൊട്ടടുത്ത് അവിടെ തന്നെ ഫ്ലോറിൽ തന്നെ ഒരു കടയുണ്ടായിരുന്നു. ഭയങ്കര ലാഭമായിരുന്നു. 10 രൂപ 20 രൂപയ്ക്കൊക്കെ ഒന്നാന്തരം ഞാനത് വെക്കുമ്പോഴൊക്കെ നിങ്ങളെ കാണിക്കാവേ. അപ്പോൾ ശരി.